കേരളത്തിന്റെ സ്വന്തം പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിലെ ടീമുകളിൽ നേരിട്ടിടം നേടാൻ താരങ്ങൾക്ക് സംഘാടകർ അവസരമൊരുക്കുന്നു. ഓപ്പൺ ട്രയൽസിന്റെ ഭാഗമായി താരങ്ങൾക്ക് ടീമുകളിൽ ഇടം പിടിക്കാം. കേരള ഫുട്ബോളിലെ മറഞ്ഞിരിക്കുന്ന താരങ്ങളെ കണ്ടെത്താനുള്ള ഉദ്യമമാണിതെന്നാണ് സൂപ്പർ ലീഗ് കേരളയുടെ CEO മാത്യു ജോസഫ് 24 പറഞ്ഞത്. അനിൽ വാസുദേവിന്റെ റിപ്പോർട്ട്. സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന് ഒരുങ്ങുകയാണ്. ടീമുകളൊക്കെ തന്നെ അതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അതിനൊരു സഹായം എന്നോണം ഇപ്പോൾ ലീഗ് തന്നെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ അല്ലെങ്കിൽ അവരെ ടീമുകളിലേക്കൊക്കെ തന്നെ ചേക്കേറാൻ ട്രയൽസുമായി എത്തുകയാണ് സൂപ്പർ ലീഗ് കേരളയുടെ ആ ടീം തന്നെ, അധികൃതർ തന്നെ. ഇപ്പോൾ അതിന്റെ ട്രയൽസ് കൊച്ചിയിലൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള CEO മാത്യു ജോസഫ് 24 ചേർന്ന്. മാത്യു, എന്തായാലും ഒരുപക്ഷെ നിങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഗെയിം ചേഞ്ചർ എന്നാണ്. ഒരുപക്ഷെ കേരള ഫുട്ബോളിന്റെ മാറ്റത്തിന് ഒരു ഗെയിം ചേഞ്ചിങ് സംഭവം കൊണ്ടുവരുന്ന ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. യെസ്, അപ്പൊ ഞങ്ങൾ ഈ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പേരിട്ടത് കഴിഞ്ഞ കൊല്ലാണ്. 2024 ആന്ത്രസ് ഇനസ്റ്റയുടെ 2 ഫേസിലായിട്ട് സ്കൗട്ടിംഗ് ചെയ്തായിരുന്നു. സോ അതിനകത്ത് നമ്മൾ 12 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് മലേഷ്യയിൽ അയച്ചായിരുന്നു. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിൽ വന്നായിരുന്നു. കുട്ടികൾ അവിടെ പോയി ട്രെയിൻ ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി സൂപ്പർ ലീഗിൽ ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടും. ഇത് കൂടാതെ ഈ സെയിം പ്രോഗ്രാം നമ്മൾ ഇനിയിപ്പം കണ്ടിന്യൂ ചെയ്യുവാണ് വിത്ത് പ്രൊജക്ട് ഗെയിം ചേഞ്ചർ. എല്ലാ കൊല്ലം സ്കൗട്ടിംഗ് നടക്കും. ബട്ട് സ്കൗട്ടിംഗ് ഞങ്ങളുടെ ഒരു 365 ഡേയ്സ് പ്രോഗ്രാമാണ്. സൂപ്പർ ലീഗ് കേരളയുടെ ടൈമിൽ അണ്ടർ 23ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് വി ഹാവ് എ കാറ്റഗറി. നമ്മുടെ ഒരു കാറ്റഗറി ഓഫ് പ്ലെയേഴ്സ് ഉണ്ട് അണ്ടർ 23. 6 ഫോറിൻ പ്ലെയേഴ്സ് ഒരു ടീമിലുണ്ടെങ്കിലും നാഷണൽ പ്ലെയേഴ്സും ഉണ്ട്. അതുകൂടാതെ കേരളത്തിൽ ഡെവലപ്പ് ആയിരിക്കുന്ന കേരളയുടെ ഓൺ റിസോഴ്സസ്, ഓൺ പ്ലെയേഴ്സ് സൂപ്പർ അണ്ടർ 23 അവർക്കൊരു കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, സ്കൗട്ടിംഗ് ഓപ്പർച്യൂണിറ്റി വഴി 6 ടീമിലോട്ട് കയറാനുള്ള അതിന്റെ പേരാണ് പ്രോജക്ട് ഗെയിം ചേഞ്ചർ. ഇപ്പോൾ ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ട്രയൽസ് നടക്കുന്നത്. അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടീമുകളുടെ അവരുടെ സ്കൗട്ട്സ് നേരിട്ടെത്തി ഇതിൽ ആളുകളെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിരവധി പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? എന്താണ് ആ പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവ് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്? സോ ഇത് 4ാമത്തെ ലൊക്കേഷനാണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ണൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 3 സ്ഥലങ്ങളിൽ നമ്മൾ കവർ ചെയ്തു. ഇന്ന് 4ാമത്തെ ഫൈനൽ ഫേസ് ആണ്. 3 ദിവസം നടക്കുന്ന പ്രോഗ്രാമാണ് ഇന്നും നാളെയും മറ്റന്നാളും. ഇതിനകത്ത് 6 സ്കൗട്ട്സും അവിടെ നിങ്ങൾക്ക് കാണാം. എല്ലാ 6 സ്കൗട്ട്സും എല്ലാ ടീമിലെയും റിപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് അവർ ഓൾറെഡി കഴിഞ്ഞ 3 ലൊക്കേഷനകത്ത് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാ ലിസ്റ്റും കൂടെ നമുക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ സബ്മിഷൻ സൂപ്പർ ലീഗ് കേരളയ്ക്ക് അവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻസ് കാണും. എന്നുവെച്ചാൽ ഒരേ പ്ലെയറിനെ തന്നെ 2-3 ടീംസ് സെലക്ട് ചെയ്ത് കാണും. അതിനെ നമ്മൾ ഒരു ഡ്രാഫ്റ്റ് സിസ്റ്റമിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് നമ്മൾ ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും 6 ടീമിലോട്ട്. ദെൻ അതിനകത്ത് ഡിസേർവിംഗ് പ്ലെയേഴ്സ് ആണ് സൂപ്പർ ലീഗ് കേരളയുടെ ക്യാമ്പിലോട്ട് പോകാൻ പോകുന്നത്. അടുത്ത മാസം ട്രയൽസ് മറ്റേ പ്രാക്ടീസ് ക്യാമ്പ്സ് തുടങ്ങും സീസൺ തുടങ്ങുന്നതിന് മുമ്പ്. കമ്മിങ് ബാക്ക് ടു SLK സീസൺ 2, അതായത് എന്നാണ് സീസൺ തുടങ്ങുക? ഒരു ഔദ്യോഗിക അത് കാത്തിരിക്കുകയാണല്ലോ. സോ ഒഫീഷ്യലി ഞങ്ങൾ അനൗൺസ് ചെയ്യാം, പ്രസ് മീറ്റ് ഞങ്ങൾ വിളിക്കും അടുത്ത് തന്നെ. ബട്ട് ഒക്ടോബർ 1st വീക്കിലാണ് സൂപ്പർ ലീഗ് കേരളയുടെ നമ്മൾ സീസൺ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സ്, ഇന്റർനാഷണൽ ടൈമിങ്സ്, അവരുടെ എല്ലാവരുടെയും ഷെഡ്യൂൾസ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ടൈഅപ്പുകളുണ്ട്, വലിയ പിന്തുണ കിട്ടി, അതിന്റെയൊക്കെ കോൺട്രാക്ട്സ് സൈൻ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. യെസ്, അത് കേരള ഫുട്ബോളിന് വലിയൊരു ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ അത് വലിയൊരു സപ്പോർട്ടാണ്. sports.com എന്ന് പറയുന്ന ഇന്ത്യയിലെ വേൾഡിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്പോർട്സ് കോണ്ടന്റ് ആൻഡ് സ്പോർട്സ് carrying OTT പ്ലാറ്റ്ഫോമാണ്. സോ ദേ ഹാവ് ടൈഡ് അപ്പ് വിത്ത് us ആൻഡ് ആക്ച്വലി ഈ കൊല്ലം തൊട്ട് അവര് സീസൺ 1-നേക്കാൾ തിളക്കമുള്ളതും കൂടുതൽ കോമ്പറ്റീറ്റീവും ആകും ഇത്തവണത്തെ സീസൺ എന്ന കാര്യത്തിൽ അതാണ് ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഒരു എൻഡേവർ. 6 സ്റ്റേഡിയം ഉണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ കൊല്ലം നമ്മുടെ 4 സ്റ്റേഡിയമാണ്, ഈ കൊല്ലം 6 സ്റ്റേഡിയം ഉണ്ട്. കണ്ണൂരും തൃശ്ശൂരും അഡീഷണൽ സ്റ്റേഡിയംസ് ഉണ്ട്. സോ ബെറ്റർ റെസ്പോൺസ് ആയിരിക്കുമെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി ഐ ആം ഹോപ്പിംഗ്. എല്ലാവിധ ഭാവുകങ്ങളും SLK കൂടുതൽ സക്സസ് ആവട്ടെ എന്നായിരുന്നു. മാത്യു ജോസഫ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ തനത് ലീഗ് അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം ലീഗ് എന്നുള്ളതാണ് സൂപ്പർ ലീഗ് കേരളയ്ക്കുള്ള വിശേഷണം. ആദ്യ സീസണിൽ തന്നെ മികച്ച താരങ്ങൾ എത്തിയിരുന്നു. ഇത്തവണയും ഒരുപിടി മിന്നൻ താരങ്ങൾ എത്തുമെന്നും കൂടുതൽ ലീഗ് തിളക്കമാണെന്നും അതിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോം ഗ്രൗണ്ട് താരങ്ങൾക്കും കൂടുതൽ അവസരം ഒരുക്കും, അല്ലെങ്കിൽ അവർക്കും കൂടുതൽ അവസരം കിട്ടുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് താരങ്ങളെ നേരിട്ട് കണ്ടെടുക്കാനുള്ള ഈ ട്രയൽസ് പ്രോസസ് ഒക്കെ തന്നെ നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം അനിൽ വാസുദേവ്, 24.